ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ കബാബ് ചിക്കനാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുബ്ബൂസ് ഉണ്ട്. കുബ്ബൂസും മയോണൈസൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നൊരു സാലഡും കുബ്ബൂസും മയോണൈസും പിന്നെ നമ്മൾ കബാബ് ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിന്നറായിരുന്നു. ഇന്നൊരു സ്പെഷ്യലിന് കേട്ടോ. അതായത് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. 7th എൻ്റെ ബർത്ത്ഡേ ആണ്. നവംബർ 7 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 6 അന്ന് രാത്രിയത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ബ്രദർ വരുമ്പോൾ കുബ്ബൂസ് വാങ്ങുമ്പോൾ എനിക്കൊരു കേക്ക് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സ്പെഷ്യലാണ് കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് കേക്ക് വേണം. അത് ചെറിയ കുട്ടിയാണോ എന്നൊന്നും ചോദിക്കേണ്ട, അതിൻ്റെ ഒരു ശീലമാണ്, എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ വീഡിയോയിൽ ഇരിക്കുന്നത്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കേക്ക് കണ്ടപ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരു 20 വർഷം പിന്നോട്ടേക്ക് പോയതുപോലൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായോ? ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അധികം ക്രീം ചീസൊന്നും യൂസ് ചെയ്യാതെ നാടൻ രുചിയിലുള്ള ഒരു ചോക്ലേറ്റ് കേക്കായിരുന്നു ഇത്. നമ്മൾ തലശ്ശേരിയിലുള്ള ജയഭാരതി ബേക്കറിയിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പോഴും എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ഡ്രസ്സിങ്ങൊന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട, കാരണം വീട്ടിൽ നിന്നാണ്, അങ്ങനെ വലിയ പരിപാടി ആക്കിയിട്ടൊന്നും ചെയ്തതല്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ കേക്ക് കട്ടിങ്ങും കഴിക്കലൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ രാത്രിത്തെ വീഡിയോയുടെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. ഏകദേശം ഒരു ഉച്ച 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്നേരമാണ് പിന്നെ ഇങ്ങനെ ഫുൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു മസാലയൊക്കെ ആക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, മിക്സിയിൽ പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയിലയും തക്കാളിയൊക്കെ ചേർത്ത് ഒരു മിക്സ് തയ്യാറാക്കിയാണ്. ആദ്യമൊക്കെ ബർത്ത്ഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരാഴ്ച മുന്നേ പറയും എൻ്റെ ബർത്ത്ഡേ 7 എന്നിട്ട് എന്നോട് അന്ന് മറന്നു പോകും. അങ്ങനെയായിരുന്നു പൊതുവെ ഉണ്ടാക്കാറ്. ഇപ്പം പിന്നെ ഞാൻ തന്നെ ഓർമ്മിക്കും, ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കും, ഞാൻ തന്നെ അത് സെർവ് ചെയ്തിട്ട് ഞാൻ തന്നെ കഴിക്കും. അതാണ് ഇപ്പോഴത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് നമ്മൾ മസാലയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. അതിലേക്ക് നമ്മൾ തന്തൂരി ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ലൊരു പച്ച കളറിലുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കളറിലുള്ള ഒരു മസാലയാണ് കിട്ടുക. പച്ച എന്ന് പറഞ്ഞുകൂടാ, ആ ഒരു കളർ. അപ്പം നമുക്കൊന്ന് മസാലയൊക്കെ റെഡിയായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ അരച്ച് നല്ല മൈലാഞ്ചി പച്ച നിറത്തിൽ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യും, നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഏകദേശം രാത്രി വരെ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചക്കത്തെ കറി ഉണ്ടാക്കിയത്. നല്ല തേങ്ങ ഇട്ട് വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറുമായിരുന്നു ഉച്ചക്കത്തെ സ്പെഷ്യൽ. ഞാൻ പൊതുവേ തേങ്ങ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തേങ്ങയ്ക്ക് വില കൂടിയത് കൊണ്ടൊന്നുമല്ല. പൊതുവേ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്തുള്ള കറികളാണ് ഉണ്ടാക്കാറ്. തേങ്ങ അരച്ച കറി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ തേങ്ങ കുറച്ചേ എടുത്തുള്ളൂ. എനിക്കധികം തേങ്ങ ചേർക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇന്ന് എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ബിരിയാണി വേണ്ട, ചിക്കൻ കറി നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം പിന്നെ തേങ്ങ അരച്ച് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് തിന്നൽ പരിപാടിയാണ്. ചിക്കൻ കറിയൊക്കെ റെഡിയായി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചോറൊക്കെ തിന്നിട്ടുള്ളത്. അപ്പം നമുക്കെന്നാൽ ചോറ് തിന്നാം. അങ്ങനെ നമുക്ക് നല്ലൊരു നെയ്ച്ചോറും ബസ്മതി റൈസാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏതോ ഒരു ടൈപ്പ് ബസ്മതി റൈസാണിത്. അതിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച, അതായത് വറുത്തരച്ച കറിയും ചോറും. അങ്ങനെ നമ്മൾ വളരെ ആസ്വദിച്ചുകൊണ്ട് ചോറങ്ങനെ കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ കറിയൊക്കെ വിളമ്പി അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ രാത്രി ഒരു 7 മണി ആയിട്ടുണ്ടാകും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ചിക്കനിൽ കുറച്ച് മുളക് പൊടിയൊക്കെ തേച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാണല്ലോ ചിക്കൻ. അപ്പോൾ അതിൻ്റെ മേലെ മുളക് പൊടി മസാലകളൊക്കെ ഒന്നുകൂടി തേക്കാണ്. അല്ലാതെ ഒരു എരിവില്ലാണ്ട് ഒന്നും ആരും കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പം പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ എനിക്കാണെങ്കിൽ ഫുൾ ചിക്കൻ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈമല്ല, സെക്കൻഡ് ടൈമാണ്. ഒരിക്കൽ കുക്കറിലുണ്ടാക്കി ഞാനത് കരിച്ചു, ആർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. ഇപ്രാവശ്യത്തെ ചിക്കൻ പിന്നെ എയർ ഫ്രയറിലായതുകൊണ്ട് ഒന്നും ആകൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
പിന്നെ നമ്മളൊരു തൃപ്തിക്ക് വേണ്ടി മുളക് തേക്കാണ്. മുളകൊക്കെ തേച്ച് കുട്ടപ്പനാക്കി ചിക്കൻ ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെക്കണം. അത് നമ്മൾ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യാണ്, ഗ്രില്ലിലേക്ക് വെക്കുകയാണ്, എയർ ഫ്രയറിൻ്റെ ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ എയർ ഫ്രയറിൽ. ഞാൻ എയർ ഫ്രയറിൽ പൊതുവെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സിലിക്കോണിൻ്റെ പാത്രത്തിലാണ്, ട്രേയിലാണ് വെക്കാറ്. അതിപ്പം ഗ്രില്ല് ചെയ്യേണ്ട ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇതേപോലെ വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ടൈമറിനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്തെടുക്കണം. ഞാൻ ഒരു തുള്ളി ഓയിൽ ചേർത്തിട്ടില്ല. എയർ ഫ്രയറിൻ്റെ പ്രത്യേകത തന്നെ അതാണല്ലോ, ഓയിൽ ഫ്രീ ആയിട്ടാണല്ലോ ചെയ്യാൻ പറ്റുക. ഇനി ഇത് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇത് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ടൈമർ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ചിക്കൻ 180 ഡിഗ്രിയിലാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 180 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 30 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. എൻ്റെ അടുത്ത് തിരിച്ചും മറിച്ചിടുന്ന സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കൈകൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പൊള്ളുവോ ഇല്ല, സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്കതൊരു തൃപ്തി വരാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിപ്പോൾ ട്രൈ ചെയ്തിട്ട് ശരിയാവുന്നില്ല. ചില സമയങ്ങളിൽ ശരിയായിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് മറിച്ചിട്ട് കൊടുക്കാറ്. ചെറുങ്ങനെ കൈ പൊള്ളുകയൊക്കെ ചെയ്യും. എന്നാലും ഇതൊക്കെ രസമാണല്ലോ, ഇതെല്ലാം കുക്കിങ്ങിൻ്റെ ഭാഗമാണല്ലോ. അപ്പം പിന്നെ നമുക്കതൊന്നും വിഷയമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, തിരിച്ചിട്ടു. നമ്മളിനി ഇത് പിന്നെയും നമ്മൾ എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റാണ് കുക്കായിട്ടുള്ളത്. ഇനി 10 മിനിറ്റ് ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ട് വേവിച്ചെടുക്കണം. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൺ ചെയ്താലിങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പിന്നെ എടുക്കുകയും തിരിച്ചു വെക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഈ എയർ ഫ്രയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് കത്തി വെച്ചൊന്ന് കുത്തി നോക്കുകയാണ്, ഇവൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ലല്ലോ. പച്ചിറച്ചി നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ കുക്കിങ്ങൊക്കെ. ഞാൻ ഫുൾ ചിക്കൻ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണയിൽ തന്നെ ഫുൾ ചിക്കൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയറിൽ ഫസ്റ്റ് ടൈമുമാണ്. അപ്പോൾ അതിൻ്റേതായൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതാണ് ഞാനിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടെ 30 മിനിറ്റ് നമ്മൾ ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ഒരു ഡീപ്പ് ഫ്രൈ പോലെ ആയി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒന്നുകൂടി നമ്മൾ ഈ എയർ ഫ്രയറിൽ വെച്ച് ഓൺ ചെയ്യാണ്. ഒരു 200 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഒരു 5-10 മിനിറ്റ് 200 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോളും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവനെ സെർവ് ചെയ്യണം, മക്കളെ സെർവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചിക്കൻ കുട്ടപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെന്താ പറയുക, തന്തൂരി ചിക്കൻ ഫുൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ലെഗ് പീസ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത് നമ്മളിനി സെർവ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.